ആലോചന ഇതാണ്. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുന്നതിന് പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാലാണ് കാത്തിരിക്കുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ ശ്വാസത്തിന് ശബ്ദമില്ലേ? ഐസിയിൽ പോയി നോക്ക്, ശബ്ദം കേൾക്കാം. ശ്വാസത്തിന് ശബ്ദമുണ്ടോ? അങ്ങനെ ദൈവശബ്ദത്തിന് എന്ത് പറയും? വചനം എന്ന് പറയും. ഈ ശ്വാസത്തിലൂടെ വചനമാണ് ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനു വേണ്ടി ദൈവം കൊടുത്തതെങ്കിൽ ദൈവ വചനത്തിൽ നിന്നാണ് ജീവൻ വ്യാപരിച്ചതെങ്കിൽ ഇന്ന് പകൽക്കാലം നീ രക്ഷിക്കപ്പെട്ടവരായാലും ഇല്ലാത്തവരായാലും നിന്റെ അകത്തുള്ള ആത്മാവെന്ന് പറയുന്ന സംഗതി എന്താ? നിന്റെ അകത്തുള്ള ആത്മാവെന്ന സംഗതി ദൈവ വചനത്തിന് ഉളവായ, ദൈവ ശ്വാസത്തിനുളവായ, ദൈവ വചനത്തിനുളവായ ജീവന്റെ അപ്പം. എത്ര പേർക്ക് മനസ്സിലായി? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഹൃദയം തുറക്കണം, ആത്മമണ്ഡലം തുറക്കണം. എന്തിന് നമ്മൾ